സംസ്ഥാനത്ത് ലഹരി പരിശോധന കടുപ്പിച്ചതോടെ മദ്യവിൽപ്പനയിൽ വർധന. കഴിഞ്ഞ 2 മാസത്തിനിടെ ബീവറേജസ് ഷോപ്പ് വഴി 97 കോടി രൂപയുടെ അധിക മദ്യവിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ച് മാസത്തെ ആകെ വിൽപ്പന 2137 കോടിയായിരുന്നു. ഈ വർഷം അത് 2234 കോടി രൂപയായി മദ്യവിൽപ്പന ഉയർന്നിട്ടുണ്ട്. ബാർ വഴിയുള്ള മദ്യവിൽപ്പനയിലും വർധനയുണ്ടായിട്ടുണ്ട്. മദ്യവില വർധനയും റംസാനും കാരണം വിൽപ്പന കുറയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, കണക്കുകൂട്ടൽ അങ്ങനെയായിരുന്നു, പക്ഷേ അത് തെറ്റി അല്ലേ? ഉറപ്പായും എക്സൈസ് വകുപ്പിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് ഈ കാലത്ത് കഴിഞ്ഞ 2 മാസം റംസാനാണ്. അതുപോലെ മദ്യ വിലയുടെ വർധനയുണ്ടായിരുന്നു. അത് ജനുവരി 27-നാണ് പ്രാബല്യത്തിലായത്. ഫെബ്രുവരിയിലും മാർച്ചിലും മദ്യവിൽപ്പന കുറയും എന്നതായിരുന്നു വിലയിരുത്തലെങ്കിൽ ഈ ലഹരിവേട്ട എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ കടുപ്പിച്ചതോടെ, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംയുക്തമായുള്ള പരിശോധനകൾ കടുത്തതോടെ മദ്യത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നൊരു പ്രവണതയാണ് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്നതിൻ്റെ കൃത്യമായ കണക്ക് നമ്മുടെ കൈവശമുണ്ട്. കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാർച്ച് മാസത്തെ ആകെ ബെവ്കോയിൽ നിന്നുള്ള ബിവറേജസ് ഷോപ്പ് വഴിയുള്ള വിൽപ്പന 2137 കോടി രൂപയായിരുന്നു. ഇത്തവണത്തേത് 2025 മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലെ ആകെ വിൽപ്പനയെടുത്താൽ 2234 കോടി രൂപയായി വിൽപ്പന ഉയർന്നു എന്നുള്ളതാണ്. 97 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ബിവറേജസ് ഷോപ്പ് വഴി നടന്നിട്ടുള്ളത് എന്ന് ബെവ്കോ വ്യക്തമാക്കുന്നു. ബാർ വഴിയുള്ള വിൽപ്പനയിലും വർധനയുണ്ട്. ബാർ വഴി മാത്രം ഈ മാസം 4.5 കോടി രൂപയുടെ അധിക വിൽപ്പനയുണ്ടായെന്നാണ് ബെവ്കോയുടെ കണക്ക്. റോഷ്നി, ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.